സിനിമയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ സിനിമ ഇപ്പം മോസയിലെ കുതിരമീനുകൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഓടുന്നത്, അല്ലെങ്കിൽ അത് പ്രേക്ഷകർ നല്ല അഭിപ്രായം പറയുന്നത് വളരെ അധികം ഒരു വലിയ മോട്ടിവേഷനാണ് അങ്ങനൊരു ആൾക്കാർ പറയുന്നത്. ഇതൊരു 2 വർഷത്തെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ്. അതായത് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ എഴുതുന്നതിനും സ്ക്രിപ്റ്റിനും വേണ്ടിയൊക്കെ വളരെയധികം സമയം ചെലവഴിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി. അങ്ങനെ ഒരു സിനിമ വന്ന് തിയേറ്ററിലെത്തി അത് റിലീസായി പ്രേക്ഷകർ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അടുത്ത സിനിമയെക്കുറിച്ചൊന്നും ഉടനെ ചിന്തിച്ചിട്ടില്ല. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരേ ചിന്താഗതികൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൂട്ടായ്മയുടെ വീണ്ടും ഒരു ടീമായിട്ട് നിന്ന് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. സോ അതിന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നാലും അത് കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട്. സോ അടുത്തതൊരു റൈറ്റിംഗ് വെഞ്ചറാണ്. ടീമെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരേപോലെ ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ടീം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ക്രൂ ബേസിക്കലി. ഇപ്പം ആ സിനിമയ്ക്ക് അഭിനന്ദൻ രാമാനുജൻ ആവശ്യമുണ്ടെങ്കിൽ ആ സിനിമ അഭിനന്ദൻ രാമാനുജൻ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ. സോ എൻ്റെ സിനിമകൾ അഭിനന്ദൻ രാമാനുജനും പ്രശാന്ത് പിള്ളയും ഒക്കെ ഇനി അങ്ങോട്ടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. സോ പക്ഷേ അറ്റ് ദ സെയിം ടൈം സിനിമ അല്ലെങ്കിൽ കഥ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്രൂ ആയിരിക്കും അത്. സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഏത് തരം പ്രേക്ഷകർ എന്ന് തീരുമാനിക്കുന്നത് ആ പ്രേക്ഷകനാണ്. അതായത് ഏത് തരം സിനിമയാണ് ആ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആ പ്രേക്ഷകൻ തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന സിനിമ അല്ലെങ്കിൽ എന്നെപ്പോലെ മറ്റു സംവിധായകർ വിശ്വസിക്കുന്ന ഒരു സിനിമ എടുക്കാനായിരിക്കും സംവിധായകൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പ്രത്യേക ജോണറോ കാര്യങ്ങളോ ഒന്നും മനസ്സിലുണ്ടാവില്ല. പക്ഷേ ഫോർമുലകളോ അല്ലെങ്കിൽ സ്ഥിരം പരീക്ഷിച്ചതുമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ബ്രേക്ക് ദ റൂൾസ്, അതായത് റൂൾസ് മാറി ചിന്തിക്കൂ എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആരും തന്നെ എൻ്റെ സിനിമയ്ക്കെതിരെയോ അല്ലെങ്കിൽ എനിക്കെതിരെയോ പേഴ്സണലായിട്ട് ആരും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അതായത് ഈ ഇൻഡസ്ട്രിയിൽ വളരെയധികം സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവരെല്ലാം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആരും തന്നെയും ഈ പറയുന്ന പോലെ ഈ സിനിമ നന്നായിട്ട് വരരുതെന്നോ അല്ലെങ്കിൽ ഈ സിനിമ ഓടരുതെന്നോ ആഗ്രഹിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ അർഹിച്ചതിലും വളരെയധികം കൂടുതലാണോ എനിക്ക് കിട്ടിയ സപ്പോർട്ടെന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇന്ന് വരെ മലയാള സിനിമയെ സ്വാധീനിക്കുന്നത് സാറ്റലൈറ്റ് ആണെന്ന് ആ ഒരു ആരോപണം ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മലയാള സിനിമ സാറ്റലൈറ്റ് അധിഷ്ഠിതമല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറ്റലൈറ്റ് ഇല്ലാതെയും സിനിമകൾ ചെയ്യാമെന്ന് തെളിയിച്ച സംവിധായകരുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്. സോ എൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് സിനിമയായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. സോ അപ്പോൾ സാറ്റലൈറ്റ് ഇല്ലാതെ തന്നെയും സിനിമകൾ ചിത്രീകരിക്കാം. ഇനി അങ്ങോട്ടെങ്കിലും സാറ്റലൈറ്റ് അധിഷ്ഠിതമാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമ അങ്ങനൊരു പക്ഷപാതപരമായ നിലപാടെടുക്കുകയാണോ എന്ന് എനിക്കറിയില്ല. സിനിമ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബിസിനസ്സും കൂടെയാണ്. ഈ കലയും വാണിജ്യവും കൂടെ ചേർന്നിട്ടുള്ള ഇതാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമാ വ്യവസായം എന്നാണ് നമ്മളതിനെ പറയുന്നത്. സോ അപ്പം ഒരു പറ്റം ആൾക്കാർക്ക് തമിഴ് സിനിമകളിൽ നിന്നും കൂടുതൽ റവന്യൂ കിട്ടുകയാണെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വളരെ നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു പക്ഷപാതപരമായ ഇതെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ സിനിമയ്ക്ക് കിട്ടിയ തിയേറ്ററുകളുടെ എണ്ണവും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു തമിഴ് സിനിമയുടെ തിയേറ്ററുകളുടെ എണ്ണവും എനിക്ക് പരാതി പറയാൻ സാധിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിസിനസ്സിനെ ബേസ് ചെയ്തിരിക്കും. ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്തത്. ഒരുപക്ഷെ ഞാനൊരു ഹൈ പേയിങ് ജോബ് വിട്ടിട്ടാണ് ഈ സിനിമയിലേക്ക് ഇറങ്ങിയത്. സോ ഞാൻ സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചത് എൻ്റെ പാഷൻ, ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ നല്ല സിനിമകൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന സിനിമ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെപ്പോലെ ചിന്തിക്കുന്നവർ വിശ്വസിക്കുന്ന സിനിമ എടുക്കുക എന്നുള്ള ഇതിലാണ് സിനിമയിലേക്ക് വന്നത്. ഇല്ല, എൻ്റെ ജീവിതം ഒരിക്കലും സിനിമാധിഷ്ഠിതമല്ല. എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞാലും എനിക്ക് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജീവിതമുണ്ട്. സിനിമയെ ഞാനൊരു ഉപജീവന മാർഗമായിട്ട് ഒരിക്കലും കണ്ടിരുന്നില്ല. സിനിമ പാഷനാണ്. സോ
അതിൽ ഇപ്പം ഇങ്ങനൊരു സിനിമ ചെയ്തു, ഞാൻ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ ചെയ്തു, ഇനിയും സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാലത്തിനും കഥയ്ക്കും അനുസരിച്ച് ഒരു സിനിമ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഞാൻ സിനിമ ചെയ്യും, സിനിമ ചെയ്യാതെ ഇരിക്കാം. സോ അത് സിനിമ എന്ന മാധ്യമത്തെ ഈ പറയുന്നത് പോലെ ബഡ്ജറ്റുമായി ബേസ് ചെയ്തിട്ട് സിനിമ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 5 ലക്ഷം മുതൽ 5 കോടി വരെ ഇതിലുള്ള വ്യത്യസ്തമായ ബഡ്ജറ്റുകളിൽ സിനിമ എടുക്കാം. അത് എങ്ങനെയുള്ള സിനിമയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷം മുതൽ 5 കോടി വരെയുള്ള സിനിമകൾ എടുക്കാൻ പറ്റും. ഇപ്പം 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് കിട്ടുക, അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നീഷ്യൻസ് ആയിരിക്കും നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടേഴ്സാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ കഴിവിനനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും അനുസരിച്ചാണ് ഇവിടുത്തെ ബഡ്ജറ്റുകൾ മാറുന്നതും കുറയുന്നതും. 5 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ എടുക്കാൻ സാധിക്കുമായിരിക്കാം. എനിക്ക് അങ്ങനൊരു സിനിമ എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ എന്ന മാധ്യമം സിനിമ അനുഭവം കൂടെയാണ്. സോ തിയേറ്ററിൽ കാണുന്ന അനുഭവം ഒരുപക്ഷെ വീട്ടിൽ ടി വിയിലിരുന്ന് കാണുമ്പോൾ കിട്ടില്ല, അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇരുന്ന് നോക്കിയാൽ കാണുന്ന ആ ഒരു അനുഭവം നമുക്ക് കിട്ടില്ല. സോ പ്രൈമറിലി സിനിമ തിയേറ്ററിലാണ് ആദ്യം വരിക. സോ അതൊരു അനുഭവമാണ്. അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു വലിയ ബിഗ് സ്ക്രീനിൽ, അല്ലെങ്കിൽ അത്രയും ഒരു DTS സൗണ്ടിൽ സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അത് ഒരു പറ്റം ആൾക്കാർക്ക്, അല്ലെങ്കിൽ മാസമായിട്ട് ആൾക്കാർക്ക് കാണണം എന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ പോയാൽ മാത്രമേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ തിയേറ്ററിലുള്ള ഒരാളെന്ന് പറയുന്ന ഒരു 4-5 പേര് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ സിനിമ എത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എത്തിയേ പറ്റും. ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അടുത്ത സിനിമ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തു, അത് വിജയം കൊണ്ടു എന്നതിൻ്റെ അർത്ഥം ആ സിനിമ ഒരു പൂർണ്ണമായ സിനിമയാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സിനിമകളിൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് സംവിധായകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ കുറവുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കുറവുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കുറവുകൾ നികത്തി അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആ കുറവുകളൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ മോസയിലെ കുതിരമീനുകൾ എന്ന് പറയുന്ന ഒരു സിനിമയേക്കാൾ ഒരു പടി മുകളിൽ ടെക്നിക്കലി അല്ലെങ്കിൽ കഥാപരമായോ അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മോസയിലെ കുതിരമീനുകൾ വളരെയധികം ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. സോ മോസയിലെ കുതിരമീനുകൾ എന്നെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു. മോസയിലെ കുതിരമീനുകൾ ഇപ്പോൾ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിക്കുന്നു. സോ എന്തായാലും നല്ല സിനിമകൾ എടുക്കണം എന്നാണ് ആഗ്രഹം. എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി എഴുത്തുകാരനാണെന്നുള്ളത് കൊണ്ടാവാം എഴുത്തുകാരനായിട്ട് അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്.